ഒന്നോർത്ത് നോക്കിയേ, കർത്താവ് യേശു ക്രിസ്തു ശരീരത്തിലിരിക്കുമ്പോൾ പരിച്ഛേദന നിർത്തലാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞോ? പറഞ്ഞില്ല. യാഗം നിർത്തലാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞോ? പറഞ്ഞില്ല. യെരൂശലേം ദൈവാലയത്തിൽ പോകരുതെന്ന് പറഞ്ഞോ? ദേവാലയം അശുദ്ധമായി കിടക്കുന്നത് കണ്ടിട്ട് എരിവ് വന്നവനാ യേശു. ദൈവാലയത്തിൽ പോകരുതെന്ന് പറഞ്ഞു. യാഗം നിർത്തലാക്കരുതെന്നോ പരിച്ഛേദന നിർത്തലാക്കണമെന്നോ ശബത്ത് നിർത്തലാക്കണമെന്നോ ആലയത്തിൽ പോകരുതെന്നോ യേശു പറഞ്ഞില്ല. കാരണം യേശു ന്യായ പ്രമാണത്തിന് കീഴുള്ളവനായിട്ടാണ് വന്നത്. ഇതൊന്നും പത്രോസ് അപ്പോസ്തലനോട് യേശു പറഞ്ഞില്ല. പരിശുദ്ധാത്മാവ് പത്രോസ് അപ്പോസ്തലനോട് പറഞ്ഞു ഇല്ല. ഇതെല്ലാം വെളിപ്പെട്ടതാണ്. പൗലോസ് അറിയപ്പെട്ട ജാതികളുടെ അപ്പോസ്തലൻ. ഇനി പൗലോസിനെ ദൈവം തെരഞ്ഞെടുത്തിട്ട് പൗലോസും എങ്ങോട്ടോ ചെല്ലാൻ തുടങ്ങിയെന്ന് അറിയാമോ? ദൈവത്തിന് വചനം പറഞ്ഞ 26-ാം വാക്യം, 9:26 വായിച്ച്. അവൻ യെരൂശലേമിലെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. കേട്ടോ, ദൈവം വേറൊരിടത്തുനിന്ന് ഒരുത്തനെ പിടിച്ചോണ്ട് വരിക ജാതികളുടെ സുവിശേഷീകരിക്കാൻ. ഉടനെ അവനും യെരൂശലേമിലെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചേരാൻ ശ്രമിച്ചു. പക്ഷേ നിങ്ങൾ കണ്ടേ, ഞാനിത് പറയാറുണ്ട്, അനന്യാസിന്റെയും സഫീറയുടെയും പോക്കറ്റിലിരിക്കുന്ന കാശ് വരെ, മടിക്കുത്തിലിരിക്കുന്ന കാശിന്റെ എണ്ണം വരെ പത്രോസിന് വെളിപ്പാടിനാൽ അറിയാം. പക്ഷേ തങ്ങളോട് കൂടെ ചേർന്ന് എന്നേക്കും സഭയ്ക്ക് ഏറ്റവും വലിപ്പമുള്ളത് വെളിപ്പെടുത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത പൗലോസ് ആരെന്ന് അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടില്ല. ദൈവം വെളിപ്പെടുത്താഞ്ഞതാണ്. കാരണം വെളിപ്പെട്ടിരുന്നെങ്കിൽ പറഞ്ഞേനെ, നീ ഇവിടെ ഇരുന്നോളാം, ഞങ്ങളുടെ കൂടെ ഇരുന്നു, കൊള്ളാം, നിന്നെ പോലെ പഠിപ്പും വിദ്യാഭ്യാസവും നിന്നെ പോലെ ഈ അറിവും ഒക്കെ ഉള്ളവർക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ലത്. കാരണം പത്രോസിന് കുറവ് എന്താ? വിദ്യാഭ്യാസം. പൗലോസിന് വിളി പോയേനെ, നഷ്ടപ്പെട്ടു പോയാൽ. അതുകൊണ്ട് പൗലോസിന് ദൈവം അവരോട് ആരുടെ മുന്നിൽ വെച്ചില്ല, നിർത്തിയില്ല. പൗലോസ് അധികാരത്തിന് കീഴ്പ്പെട്ടു. പക്ഷേ പൗലോസ് വേറിട്ട് നിന്നു. അതുകൊണ്ട് ദൈവമക്കളെ നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടു. പക്ഷെ അവനും യെരൂശലേമിൽ ചെന്നപ്പോൾ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. അവൻ ഒരു ശിഷ്യനെന്ന് വിശ്വസിക്കാതെ, കേട്ടോ, എന്നാൽ അവൻ ഒരു ശിഷ്യനെന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ പോരായിരുന്നു? എന്താ കാര്യം? ഇത് പ്രാർത്ഥിച്ചാലും വെളിപ്പെടുത്തില്ല. കാരണം ഇവന്റെ വിളി വേറെ. പിന്നത്തേതിൽ ബർന്നബാസ് ചെന്നിട്ട് അവനെ കൂട്ടി അപ്പോസ്തലന്മാരെ അടുക്കൽ കൊണ്ടുചെന്നു. ബർന്നബാസ് ഒരു ഹൃദയവിശാലതയുള്ള മനുഷ്യനാണ്. സത്യത്തിൽ പൗലോസിന്റെ ആദ്യകാലത്തിൽ പൗലോസിന്റെ കൂടെ പൗലോസിനെ ഏറ്റവും സഹായിച്ചതാണ് ആര്? ബർന്നബാസ്. എന്നാൽ ഈ പൗലോസിന് കൈത്താങ്ങൽ കൊടുത്ത് കൂടെ നിർത്തി, ചില ആണ്ടുകൾ കൂടെ നിർത്തി, സ്തോത്രം, ഒന്നിച്ച് ആദ്യത്തെ മിഷണറി യാത്രയ്ക്ക് പോയവരാണ് ഈ പൗലോസും. എന്നാലും ഒരു മർക്കോസിന്റെ കാര്യത്തിൽ കടുംപിടുത്തം പിടിച്ച പൗലോസ് ബർന്നബാസുമായിട്ട് തെറ്റി. ഇത്രയൊക്കെ ഉള്ളായിരുന്നു അന്ന് അപ്പോസ്തലന്മാർ. ഈ ആത്മനിറവ് ഉണ്ടായതുകൊണ്ട് എല്ലാം ആയില്ല. സ്തോത്രം. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് തികഞ്ഞു വെളിപ്പെട്ടാലും നാം വിധേയപ്പെടുത്തി കൊടുക്കാത്ത ഒന്നിൽ നമ്മെ പരിശുദ്ധാത്മാവ് ഒരിക്കലും പണിയത്തില്ല. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, അദ്ദേഹം ആത്മനിറവുള്ളവനല്ലേ, അന്യഭാഷയാണല്ലോ പറയുന്നത്, പിന്നെന്താ ഇങ്ങനെ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ നിറവോടെ വെളിപ്പെട്ടാലും അവൻ സ്വർഗീയ വെളിപ്പാട് കണ്ടാലും നാം വിധേയപ്പെടുത്തി കൊടുക്കാത്ത ഒന്നിൽ നമ്മെ പണിയുകയില്ല പരിശുദ്ധാത്മാവ്. അങ്ങനെ സ്തോത്രം, ദൈവത്തിന്റെ വചനം പറയുന്നത് ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. സ്തോത്രം, അവൻ യഹൂദന്മാരെ മിണ്ടാതാക്കി. അങ്ങനെ വളരെ ശക്തമായിട്ട് സ്തോത്രം പൗലോസ് അവിടെ യെരൂശലേമിൽ പ്രവർത്തിച്ചു. സ്തോത്രം.
നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ആ ഭാവമൊക്കെ മനസ്സിലാവും. 11-ാം അധ്യായം വരുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും. 11-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിച്ചാൽ അത് 7-ാം അധ്യായത്തിന്റെ തുടർച്ചയാണ്. 8:1 തുടർച്ച. ഒന്ന് വായിച്ച് 11:19. സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവായ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെയാണ് ഫൊയ്നിക്ക, സൈപ്രസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചത്. അവരും ആരോടെ പറഞ്ഞുള്ളൂ? യഹൂദന്മാരോടെ പറഞ്ഞുള്ളൂ. അപ്പൊ അന്ന് ഇവർക്ക് അറിയത്തില്ല, ഈ ജാതികളുടെ ഇടയിലുള്ള സുവിശേഷത്തെ കുറിച്ച് അവർക്ക് വെളിപ്പെട്ടില്ല. സ്തോത്രം. എന്നിട്ടാണ് അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. അടുത്ത ഭാഗങ്ങളിൽ പൗലോസ് ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യഹൂദന്മാരെ മിണ്ടാതാക്കി, വളരെ ശക്തമായി ക്രിസ്തുവിനെ തെളിയിച്ചു. ഇതെല്ലാം പൗലോസ് ചെയ്യുന്നുണ്ട്. സ്തോത്രം. എന്നാ പൗലോസിന് എവിടെ മിനിസ്ട്രി? ജാതികളുടെ. അതുകൊണ്ടാണ് ദൈവം പൗലോസിനോട് പറഞ്ഞത് 13-ാമത്തെ അധ്യായത്തിൽ വായിച്ച് 13:2. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായി അവരെ എനിക്ക് വേദനിക്കുവേൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പൊ ഇത്രയും ശുശ്രൂഷയെല്ലാം പൗലോസ് ചെയ്തിട്ടു. സ്തോത്രം. ഇവിടെ പരിശുദ്ധാത്മാവ് പറയാ, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും അതോ പൗലോസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിക്കാൻ. കാരണം അവർ ഇത്രയും നാളെ ചെയ്തത് എന്തല്ല, അവരെ വിളിച്ചിരിക്കുന്ന വേല. അവർ പലതും ചെയ്തു. അവർ പ്രസംഗിച്ചു, യഹൂദന്മാരെ മിണ്ടാതാക്കി, യേശുവാണ് ക്രിസ്തുവെ തെളിയിച്ചു, യെരൂശലേമിൽ അനേകർ വിശ്വസിച്ചു, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അവർ നിമിത്തം ചെയ്തു. പക്ഷെ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ വിളിച്ചതിനല്ല, വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട്. നമ്മളിത് മനസ്സിലാക്കണം. ഒരുപക്ഷെ നാം ആയിരിക്കുന്നിടത്ത് പലതും വെളിപ്പെട്ടേക്കാം, പലരും രക്ഷിക്കപ്പെട്ടേക്കാം. പക്ഷെ നമ്മെ ആക്കിയിരിക്കുന്നിടത്ത് നമ്മളായിരിക്കുന്നത്, നമ്മോട് പറഞ്ഞത് നാം തിരിച്ചറിഞ്ഞ് ചെയ്യുന്നത്. സ്തോത്രം. അതാ ദൈവമക്കളെ നമ്മുടെ നിയോഗം. നമ്മളെ തിരിച്ചറിയണം. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരാം. അപ്പൊ ഇങ്ങനെ സ്തോത്രം, ജാതികള് വിടുവിക്കപ്പെട്ട് വരുവാൻ ദൈവം ഇടയാക്കുവാൻ തക്കവണ്ണം പത്രോസിനെ ദൈവം തോട്ടു. അതാണ് നമ്മൾ 10-ാം അധ്യായത്തിൽ പഠിക്കുന്നത്. 10-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നുണ്ട്, പൗലോസിനൊരു ഒരു ട്രാൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. എക്സ്റ്റാസിസ് എന്ന് ഗ്രീക്കിൽ പറയും. എന്ന് പറഞ്ഞാൽ എന്താ? പത്രോസ് വിവശത, ആത്മവിവശത. ആ വിവശത വന്നിട്ട് പത്രോസ് ഒരു ദർശനം കണ്ടു. അതിലൂടെ ദൈവം പത്രോസിനോട് ഇടപെട്ടു. എന്താ? ജാതികളും ദൈവവചനം സ്വീകരിക്കണമെന്ന് ഇടപെട്ടു. ആദ്യം പത്രോസ് തന്റെ വിശുദ്ധി തെളിയിച്ചു, അനുസരണക്കേട് കാണിച്ചു. അനുസരണക്കേട് കാണിക്കുന്നതിലൂടെ അദ്ദേഹം സംതൃപ്തിയാണ്. കാരണം ദൈവം പറഞ്ഞിട്ട് ഞാൻ വിശുദ്ധിയിൽ നീങ്ങും എന്നുള്ള ആ വിശുദ്ധി തെളിയിച്ച് തന്നെ അനുസരണക്കേട് കാണിച്ചു. നമ്മൾ പലപ്പോഴും ദൈവത്തോട് പല അനുസരണക്കേടുകളും നമ്മുടെ നിലപാടുകൾ കുറച്ചൊന്ന് കാണിക്കാറുണ്ട്. പന്തക്കോസ്തുകാർ എന്തെല്ലാം കാണിച്ചേക്കുന്നു? സ്തോത്രം. ആഭരണം ഇട്ടെന്നുള്ളതിൻ്റെ പേരിൽ കർത്തൃമേശ കൊടുക്കാതെ പല സഹോദരങ്ങളെയും സഭയിൽ ഒഴിച്ചിരുത്തി വിശുദ്ധി കാണിച്ച നമ്മുടെ അപ്പച്ചന്മാർ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ വിഭാഗിക്കുകയായിരുന്നു. പക്ഷെ അവരൊന്ന് ആത്മസന്തോഷത്തോടെയാണ് കിടന്നുറങ്ങിയത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഒരു സഹോദരി ഭർത്താവ് പിണങ്ങും അല്ലെങ്കിൽ ഭർത്താവ് എതിരാകും എന്നുള്ളതിൻ്റെ പേരിൽ അവൾ ആഭരണം ഇട്ടുകൊണ്ട് സഭയിൽ വന്നതിൻ്റെ പേരിൽ അവൾക്ക് കർത്തൃമേശ കൊടുത്തില്ല. അന്ന് പാസ്റ്ററിനുണ്ടായ സന്തോഷം. പാസ്റ്റർ പറഞ്ഞ ഉപദേശത്തിലാണ് നിൽക്കുന്നത്. പാസ്റ്റർ ഉപദേശത്തിലല്ല, ന്യായപ്രമാണത്തിലാണ്. കാരണം കർത്തൃമേശ ആർക്കും വിലക്കാൻ കഴിയത്തില്ല. സഭ ഒന്നിച്ച് മുടക്കുന്ന ഒരുവന് ഒരിക്കലും തിരുമേശ കൊടുക്കാൻ കഴിയത്തില്ല. അല്ലാതെ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട
സകലർക്കും തിരുമേശ കൊടുക്കാം. അത് തിരുമേശ കൊടുക്കുകയല്ല, തിരുമേശ എടുക്കുകയും. അത് വിലക്കാൻ ആർക്കും കഴിയത്തില്ല. സ്വർണം ഇട്ടുകൊണ്ട് സ്നാനപ്പെടുത്തരുത് എന്നുള്ളത് പിതാക്കന്മാർ വെച്ചൊരു വ്യവസ്ഥയാണ്. കാരണം സ്നാനം ഒരു മരണമാണ്. മരണം, അത് മരണത്തെ കുറിക്കുന്നത് കൊണ്ട്, ഒരു മരണം അടക്കം അതിനകത്തുള്ളത് കൊണ്ട് പിതാക്കന്മാർ മുതൽ ചെയ്തു വന്നതാണ് സ്വർണം ഇട്ടുകൊണ്ട് സ്നാനപ്പെടുത്താതെ ഇരുന്നത്. ഇനി സ്വർണം ഇട്ടുകൊണ്ട് സ്നാനപ്പെട്ടാലും സ്നാനമാണ്. സ്തോത്രം. ഇനിയും സ്നാനപ്പെടുത്തുന്നതിന് മുമ്പ് ഒരാൾ സ്വർണം ഊരിയാൽ അതിൻ്റെ അർത്ഥം സ്വർണം ഇടുന്നത് ശരിയല്ലെന്ന, പുതിയ മനുഷ്യന് ശരിയല്ലെന്ന. എങ്കിൽ സ്നാനപ്പെട്ടതിന് ശേഷം അതെന്ത് ചെയ്യരുത്? ഇടരുത്. സ്നാനപ്പെടുന്നതിന് മുൻപ് സ്വർണം ഊരിയിട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞ് സ്വർണം ഇടാൻ അനുവദിച്ചാൽ, സ്നാനപ്പെടുന്നതിന് മുൻപ് മദ്യപാനം നിർത്തിയിട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞ് മദ്യം കുടിക്കാം. ശരിയല്ലേ? അപ്പൊ ആ സമയത്തേക്ക് മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ, പണ്ടാരും ഇങ്ങനെ ആരാധനയ്ക്ക് പോകുന്ന സമയത്ത് സ്വന്തം മകനെ ആരും അടിക്കുന്നത് കണ്ടപ്പോൾ അപ്പൻ അമ്മയുടെ അഥവാ ഭാര്യയുടെ കയ്യിൽ ബൈബിൾ കൊടുത്തിട്ട് പറഞ്ഞു, 10 മിനിറ്റ് നീ ഇത് പിടിക്കുക, 10 മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചു മേടിച്ചോളാം, കാരണം അവനെ ശരിയാക്കാൻ 10 മിനിറ്റ് മതി. അപ്പൊ ഈ 10 മിനിറ്റത്തേക്കൊക്കെ ആത്മീയം മാറ്റിവെക്കാൻ ബൈബിൾ മാറ്റി വെക്കുന്നത് പോലൊക്കെയായി സ്നാനപ്പെടുന്നതിന് ആഭരണം ഊരി വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്? ആഭരണം ഊരി വെച്ചിട്ട് സ്നാനപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ സ്നാനവും ആഭരണവും ഒന്നിച്ചു പോകത്തില്ലെന്ന്. ഏതാ? സ്വർണ്ണം ഇട്ടോണ്ട് അങ്ങനെയുള്ള ചർച്ചകളുണ്ടോ? IPC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പെന്തക്കോസ്താണ്. അത് ഇന്ത്യൻ പെന്തക്കോസ്താണ്. നിങ്ങളുടെ എന്ത് ആഭരണത്തിന്റെ മൂർച്ച കൊണ്ട് നിങ്ങൾ മുറിഞ്ഞവരാണ്. പുള്ളിക്കാരൻ്റെ സ്ഥലം ഇങ്ങനെ ആഭരണം പോകുന്ന വഴിക്ക് നമ്മളോട് നീ പേരായിട്ട് പോകുന്ന സമയത്ത് പുള്ളിക്കാൻ പറഞ്ഞു, നിങ്ങൾ പഠിക്കുന്ന എല്ലാവരും നിങ്ങളുടെ സഭയെ വരുത്താൻ ആഭരണം എന്താ തെറ്റെന്ന് വെച്ചു. ആഭരണം ഉപദേശമല്ല, ഉപദേശത്തിൽ പെട്ടതല്ല. ആഭരണത്തെ കുറിച്ച് യേശുക്രിസ്തു ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. വല്ല പറഞ്ഞിട്ടുണ്ടോ? ഒരു വാക്ക് പോലും ആഭരണത്തെ കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല. ആഭരണം അരുതെന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇതൊന്നും നാളേക്ക് വേണ്ടി സ്വരൂപിച്ച് വെക്കരുത് എന്ന് യേശുക്രിസ്തു തർജ്ജനം ചെയ്ത് പറഞ്ഞു. എത്ര ക്രിസ്ത്യാനിയുണ്ട് നാളേക്ക് വേണ്ടി കരുതാത്തത്? നമ്മളിവിടെ നിൽക്കുന്നതിന് എന്തിനാണ്? അപ്പൊ നമ്മള് മിക്കവാറും ഈ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നവർ. അപ്പൊ കർത്താവ് നാളേക്ക് വേണ്ടി കരുതരുത്, ദൈവം കരുതുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, കാക്കയെ നോക്ക്, കാക്കയ്ക്ക് പാണ്ഡികശാല ഇല്ല. അപ്പോഴാണ് അമേരിക്കയിൽ നിന്നൊരു ദൈവദാസൻ നമ്മളെ പഠിപ്പിച്ചത്, നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം, നാളേക്ക് വേണ്ടി കരുതണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളും ഇപ്പൊ പറയുന്നത്, ബ്രദർ അങ്ങനെ ദൈവം എന്നൊന്നും പറയരുത്. ദൈവം മരിച്ചു പോയാൽ എന്ത് ചെയ്യും? നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം. എന്റെ സഹോദരങ്ങളെ, ബൈബിൾ വിശ്വസിക്കുന്നവർ ബൈബിൾ മാത്രം വിശ്വസിക്കണം. ആമേൻ. ക്രിസ്ത്യാനിയോട് ദൈവം പറഞ്ഞേക്കുന്നത് ഉള്ളത് വെച്ച് സുവിശേഷങ്ങളിൽ കൊടുത്തു, ഞാൻ നിന്നെ പുലർത്തിക്കോളാം. അതാണ് സുവിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ നമ്മൾ ഈ കർത്താവ് പറഞ്ഞ ഏറ്റവും വലിയ കാര്യങ്ങൾ തുച്ഛീകരിച്ചിട്ട് ഒരു കമ്മലിന്റെ പേരിൽ തിരുമേശ മുടക്കിയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരു തീരുമാനം എടുക്കണം.